വർഷത്തിൽ നല്ല രീതിയിൽ വരുമാനമുള്ള തെങ്ങ്, കവുങ്ങ്, ജാതി, കുരുമുളക്, തിപ്പല്ലി തുടങ്ങി നല്ലൊരു വരുമാനമുള്ള ഒരു അടിപൊളി പ്ലോട്ട്. അതും പെരിന്തൽമണ്ണ പാണ്ടിക്കാട് സ്റ്റേറ്റ് ഹൈവേയിൽ തച്ചിങ്ങനാടത്തുനിന്ന് ഒരു 2 കിലോമീറ്റർ ഈ റോഡ് ഇത്രയും വീതിയിൽ ലോറിയും കണ്ടെയ്നറും അടക്കം എല്ലാ വാഹനങ്ങളും എത്താൻ പറ്റിയിട്ടുള്ള ഇത്രയും വീതിയിലുള്ള റോഡിന്റെ ഈ സൈഡിലായിട്ട് മതിലും ഗേറ്റും അടക്കം എല്ലാ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. ഈ ഒരു പ്ലോട്ടിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ മതിലും ഗേറ്റും ഒക്കെ ഉണ്ട്. ഇത് 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, ഇത് മൊത്തത്തിൽ നല്ലൊരു വരുമാനമുള്ള ഒരു അഗ്രികൾച്ചറൽ ലാൻഡ് ആക്കി എടുക്കാൻ പറ്റും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാൻ ഓണർ റെഡിയാണ്. ഏകദേശം 2 ഏക്കർ 43 സെന്റ് അങ്ങാണ്ട് വരുന്ന ഒരു പ്ലോട്ടാണ് ഈ കാണുന്നത്. ഈ മൊത്തത്തിൽ കാണുന്നത് മൊത്തം നിരപ്പ് തന്നെയാണ്. ഇങ്ങനെ ഈ പറമ്പ് മൊത്തത്തിൽ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തൊരു ഓപ്ഷനും കൂടെ പറയാം. മൊത്തത്തിൽ എടുത്തിട്ട് വീടിന് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർക്കും നല്ലൊരു ഓപ്ഷനാണ്. ഈ സൈഡിലൊക്കെ കാണുന്നത് ഫുള്ളായിട്ട് ഒക്കെ വീടുകളാണ്. കിണർ സൗകര്യം അടക്കമുള്ള എല്ലാ സൗകര്യങ്ങളും, വെള്ളവും കറണ്ടും എല്ലാ സൗകര്യങ്ങളും വരുന്ന വീടാണ്. പ്രത്യേകം പറയാനുള്ളത്, സ്റ്റേറ്റ് ഹൈവേ എന്ന് എപ്പോഴും വാഹനം, രാത്രി അടക്കം എപ്പോഴും വാഹനമുള്ള സ്റ്റേറ്റ് ഹൈവേ എന്ന് വെറും 2 കിലോമീറ്ററിലാണ് നമ്മുടെ ഈ പ്ലോട്ട് വരുന്നത് എന്നുള്ളതാണ്. പിന്നെ വരുമാനം നോക്കുകയാണെങ്കിൽ മൊത്തം വരുമാനം തെങ്ങ്, വാഴ, കവുങ്ങ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. അടിപൊളി മണ്ണാണ്. ഇപ്പം ഞാൻ ചോദിച്ച സമയത്ത് പറഞ്ഞത് ഇവിടെയൊക്കെ ഇഞ്ചി അതുപോലെ മഞ്ഞളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു മുൻ വർഷങ്ങളിൽ. ഇപ്പോൾ നിലവിൽ ഓണർക്ക് അത്ര നമുക്ക് ഈ പ്ലോട്ടിലോട്ട് വരാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണമാണ് അപ്പോൾ ഇത് കൊടുക്കാൻ നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കൊടുക്കൂല. അത്രയും നല്ല രീതിയിൽ നോക്കുന്ന ഒരു അടിപൊളി പ്ലോട്ട് തന്നെയാണെന്ന് പറയാം. വെള്ള സൗകര്യമുണ്ട്, കറണ്ട് സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളുള്ള ഈ പ്ലോട്ട് മൊത്തത്തിൽ 2 ഏക്കറും ചില്ലറയാണുള്ളത്. അതുപോലെ 4ആക്കി മുറിക്കാം. ഇനി കച്ചവടക്കാരാണെങ്കിൽ ഇത് മുറിച്ചിട്ട് വീടാക്കി കൊടുക്കാനും പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ്. നമുക്ക് ഇതിന്റെ കാഴ്ച ഒന്ന് കണ്ടുനോക്കാം. നമ്മുടെ മെയിൻ റോഡ്, ടാർ റോഡിൽ നിന്ന് പറമ്പിലേക്കുള്ള വഴിയാണ്. ടാർ റോഡിനേക്കാളും വീതിയിൽ നമുക്ക് ഈ പ്ലോട്ടിലേക്കുള്ള വഴി ഉണ്ട് എന്ന് പറയാം. അതുപോലെ തന്നെ 100-ലധികം തെങ്ങുകളും കവുങ്ങുകളും ആയിട്ടുള്ള മരങ്ങളൊക്കെ ഉണ്ട്. ആ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കൂട്ടം തേങ്ങ പൊളിച്ചത് നമുക്ക് കൂട്ടിയിട്ടത് കാണാം. ഇനി അതേപോലെ തന്നെ ഈ ഭാഗത്തും കാണാം. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം ഈൽഡ് ഈ പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഇപ്പോൾ തേങ്ങ കുറവായിട്ടുള്ള കാലത്തും നമുക്ക് ഈ മുകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ തെങ്ങിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഈൽഡ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് ഈ ഒരു പറമ്പ് ഈ രീതിയിൽ നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ആ രീതിയിൽ കിട്ടുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കാണാം, പുല്ലല്ല, കറക്റ്റായിട്ട് എന്താ പറയുക, ഉഴുതു മറിച്ചിട്ടിട്ടുള്ള രീതിയിലാണ് നമുക്ക് ഈ പറമ്പ് കാണുന്നത്. അത്രയും നോട്ടുള്ള ഒരു പറമ്പാണ്. അതുപോലെ തന്നെ ഇതിന് ഈൽഡ് കിട്ടാനുള്ള കാരണം 3ഓളം മോട്ടറുകൾ വെച്ചിട്ട് നമ്മൾ വെള്ളം ഇവിടുന്ന് പമ്പ് ചെയ്യുന്നുണ്ട്. 1, 2, 3 മോട്ടറുകൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു വറ്റാത്ത കുളം, ഏത് വേനലിലും വറ്റാത്ത ഒരു അടിപൊളിയായിട്ടുള്ള കുളം നമ്മുടെ ഈ പ്ലോട്ടിന്റെ ഒരു ഭാഗത്തായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു ജല സ്രോതസ് വരുന്നത്. ഈ ഒരു കുളത്തിൽ നിന്ന് വറ്റാതെ വെള്ളം നമുക്ക് കൊണ്ടുപോകാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇടവിളായിട്ട് ഇഞ്ചിയും മഞ്ഞളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഓണർക്ക് എന്ത് ചെയ്യാൻ വയ്യ, പുള്ളിക്ക് അങ്ങനെ ഇറങ്ങി വരാൻ കഴിയാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അത്രയും ക്രോപ്പ് ഇവിടെ ഇല്ലാത്തത്. പിന്നെ അതുപോലെ തന്നെ ഈ ഭാഗത്തും തേങ്ങയും കാര്യങ്ങളും കൂട്ടിയിട്ടിട്ടുണ്ട്. തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കുരുമുളകുണ്ട്, വാഴ ഉണ്ട്, ജാതി, തിപ്പല്ലി, ഇങ്ങനത്തെ ഒരുവിധപ്പെട്ട എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പറമ്പിലേക്ക് വേണ്ടിയിട്ടുള്ള വളവും കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മളുടെ വിളവൊക്കെ കൂട്ടിയിടാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഈ പ്രോപ്പർട്ടിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നുണ്ട്. അപ്പൊ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്ക് പെട്ടെന്ന് പോകണം. സ്പ്രിംഗ്ലർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മൊത്തത്തിൽ മുകളിലൂടെ സ്പ്രിംഗ്ലർ ത്രൂ ആണ് മൊത്തം നമുക്ക് ഇതിന്റെ നനയും കാര്യങ്ങളൊക്കെ വരുന്നത്. മുകളിൽ ഇങ്ങനെ സ്പ്രിംഗ്ലർ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ രീതിയിൽ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന ജാതി ആണെങ്കിലും കവുങ്ങാണെങ്കിലും തെങ്ങാണെങ്കിലും ഒക്കെ എല്ലാ വേനലിലും നന കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണെന്ന് പറയാൻ പറ്റും. ജാതിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഈൽഡ് തരുന്ന ജാതിയാണ്. അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിൽ പരിപാലിക്കുന്നത് കൊണ്ട് തന്നെ തോട്ടം നല്ല രീതിയിൽ നമുക്ക് ഈൽഡ് കിട്ടുന്നുണ്ടെന്ന് പറയാം. 2 ഏക്കർ 34 സെന്റ് വരുന്ന ഈ തോട്ടം ഒന്നിച്ച് വേണ്ടവർക്ക് ഒന്നിച്ച് തരാൻ പറ്റും. അതുപോലെ തന്നെ ഇത് മുറിച്ച് 4 പീസാക്കി കൊടുക്കാൻ അങ്ങനെ ചെയ്യാനും നമ്മളുടെ ഓണർ റെഡിയാണ്. മൊത്തത്തിൽ ഈ പ്ലോട്ടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെന്റിന് 1,85,000 രൂപയാണ്. സ്ഥലം നോക്കണം, പെരിന്തൽമണ്ണ പാണ്ടിക്കാട് സ്റ്റേറ്റ് ഹൈവേ എന്ന് വെറും 2 കിലോമീറ്ററിൽ 10 അടിയേക്കാളും വീതിയിലുള്ള നമ്മുടെ ടാർ റോഡ് സൈഡാണ് നമ്മുടെ പ്ലോട്ട് വരുന്നത്. പ്ലോട്ടിന് മതിലും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. ബൗണ്ടറി കറക്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒരു ഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് നല്ലൊരു പാടത്തിന്റെ വ്യൂ, നല്ല ക്ലൈമറ്റും കാര്യങ്ങളും കിട്ടുന്ന അടിപൊളി മണ്ണോട് കൂടിയിട്ടുള്ള, ഇനിയിപ്പോൾ വീട് വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും, ഇനിയിപ്പം വീട് വെക്കാൻ വേണ്ടിയിട്ട് മുറിച്ചു കൊടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു പ്ലോട്ട്. ഇപ്പോൾ
ഈ ഒരു ഭാഗത്തേക്ക് റോഡൊക്കെ ഇട്ടിട്ട് മുറിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പ്ലോട്ടാണ്. അങ്ങനെയും ചെയ്യാൻ പറ്റിയിട്ടുള്ള ഈ പ്ലോട്ട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർ മുകളിൽ കാണുന്ന ഓണറുടെ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നമ്മളെ കണക്ട് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന ഹിഡൻ ഏക്കേഴ്സ് എന്ന നമ്പറിൽ ബന്ധപ്പെടുക.